നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരം തീർക്കാൻ സർക്കാരും CPM-ഉം മുന്നിട്ടിറങ്ങിയേക്കും. സമരം അവസാനിപ്പിക്കാൻ ആശാ വർക്കർമാരെ മുഖ്യമന്ത്രി തന്നെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ്. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ജനാധിപത്യ സമൂഹത്തിൽ സമരം നടത്തുന്നതിൽ കുഴപ്പമില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ആശാ വർക്കർമാരുടെ സമരം കൈകാര്യം ചെയ്യുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകൾ ഇടപെട്ടു എന്നതാണ് പ്രശ്നം. അവരുടെ ശമ്പളം തുച്ഛമാണെന്നത് വസ്തുതയാണ്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കൂടുതൽ ശമ്പളം കിട്ടുന്നുണ്ട്. ആശാ വർക്കർമാരോട് ഞങ്ങൾക്ക് ഒരു വിരോധമില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ സമര വിഷയം CPM ചർച്ച ചെയ്യും. അതിനുശേഷം യോഗം വിളിക്കുമെന്നാണ് സൂചന. CITU സംഘടനയുമായി ചർച്ചയും നടത്തും. അതിനുശേഷം തീരുമാനവും പ്രഖ്യാപിക്കും. SUCA ചർച്ചയ്ക്ക് വിളിക്കില്ലെന്നാണ് സൂചന. അതിനിടെ മറ്റൊരു വിചിത്ര ന്യായവുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും രംഗത്ത് വന്നിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിൽ ഉയർന്ന ഇടത്തരക്കാരെ സന്തോഷിപ്പിക്കാനായി നൽകിയ ആദായ നികുതി ഇളവ് ഒഴിവാക്കിയിരുന്നെങ്കിൽ അതിലൂടെ ലാഭിക്കുമായിരുന്ന 1 ലക്ഷം കോടി രൂപ കൊണ്ട് കേന്ദ്രത്തിന് ആശമാരും അംഗൻവാടി ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരുടെ വേതനം ഉയർത്താമായിരുന്നു എന്ന് MA ബേബി പറയുന്നു. അതായത് ഇടത്തരക്കാർക്ക് ആശ്വാസമായി നികുതി ഉയർത്തൽ വേണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കാമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് LDF രാജ്ഭവന് മുന്നിൽ സംഘടിപ്പിച്ച സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഐക്യത്തിന് തുരങ്കം വെക്കുന്ന സാമ്പത്തിക നയം പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിച്ചുള്ള ഉത്തരവിനെ SUCA സമരവിജയമാക്കാൻ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നെന്ന പരിഹാസവുമായി ദേശാഭിമാനിയും രംഗത്തെത്തിയിട്ടുണ്ട്. SUCA-യുടെ സെക്രട്ടേറിയറ്റ് ഉപരോധ ദിവസം സർക്കാർ ഈ തീരുമാനമെടുക്കാൻ നിർബന്ധിതരായെന്ന് വരുത്തി തീർക്കാനാണ് കോൺഗ്രസ് BJP നേതാക്കൾ ശ്രമിച്ചത്. എന്നാൽ ഫെബ്രുവരി 6-ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ പ്രതിനിധികളുമായി NHM ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ ചർച്ചയിലെ പ്രധാന ആവശ്യമാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നടപ്പാക്കിയത്. ആശാമാർക്ക് ഉപാധിരഹിത ഓണറേറിയം നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് 1 മാസം മുൻപേ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് 12-ന് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച വിജ്ഞാപനം പരിഷ്കരിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറിലെയും NHM-ലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവെന്ന് ദേശാഭിമാനിയിൽ പറയുന്നുണ്ട്. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ DHS-ന് മുന്നിൽ നടത്തിയ അനിശ്ചിതകാല സമരത്തിന്റെ 2ാം ദിവസമായിരുന്നു ചർച്ച നടന്നത്. 10 മാനദണ്ഡങ്ങളിൽ 5 എണ്ണം പൂർത്തീകരിച്ചില്ലായിരുന്നു 7000 രൂപ ഓണറേറിയം ലഭിച്ചിരുന്നത്. ഈ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് പുതിയ തീരുമാനം. പ്രാഥമികമായ ജോലി പൂർത്തിയാക്കുന്നവർക്ക് മുഴുവൻ ഓണറേറിയത്തിനും അർഹതയുണ്ടാകും. INTUC തള്ളി പറഞ്ഞിട്ടും സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസും ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടത് കേന്ദ്രമാണെന്ന വസ്തുത മറച്ചുവെച്ച് BJP-യും തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിനെത്തിയെന്നും ദേശാഭിമാനിയിൽ പറയുന്നു. CPM-ന്റെ മുഖപത്രം ഇത്ര നിലപാടുകൾ എടുക്കുമ്പോൾ ആശാ സമരം തീരുമോ എന്ന ആശങ്ക സജീവവുമാണ്. സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ് ഉപരോധിക്കാൻ പ്രതിപക്ഷ സംഘടനകൾ നേരിട്ടെത്തി. അനുയായികളെ ബാഡ്ജ് നൽകി സമരത്തിനിരുത്തി. VD സതീശൻ, K സുരേന്ദ്രൻ അടക്കമുള്ളവർ ഒറ്റക്കെട്ടായാണ് സമരത്തെ ഏറ്റെടുത്തത്. ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് സൂചിപ്പിക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. അതേസമയം കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ 10000 രൂപ ഓണറേറിയം നൽകുന്നുവെന്ന് കള്ളം തട്ടിവിടുകയും ചെയ്തു. അതിനിടെ 20 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നാണ് SUCA നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംഘപരിവാർ പ്രവർത്തകരെ അടക്കം നിരത്തി ചില ചാനലുകൾ രാപ്പകൽ കൊട്ടിയാഘോഷിച്ചിട്ടും കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കാൻ SUCA സമരത്തിന് കഴിഞ്ഞില്ലെന്നാണ് സെക്രട്ടേറിയറ്റ് ഉപരോധവും തെളിയിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചുവെന്നും ദേശാഭിമാനി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രതിമാസം 7000 രൂപ ഓണറേറിയം ലഭിക്കാൻ നിശ്ചയിച്ചിരുന്ന 10 മാനദണ്ഡങ്ങളിൽ 5 എണ്ണം പാലിച്ചാൽ മതിയെന്ന് 2023-ൽ ഉത്തരവുണ്ടായിരുന്നു. ഇത് ഭേദഗതി ചെയ്തുകൊണ്ടാണ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി 2007-ലാണ് കേരളത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ആശ ആരംഭിക്കുന്നത്. 1000 ജനങ്ങൾക്ക് ഒരു ആശ എന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് ആശമാരുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും വാർഡ് ആൻഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റിയിൽ ആശയുടെ പ്രവർത്തനം അവലോകനം ചെയ്യുന്നതിനും സഹായകമാകുന്നതിന് ഒരു വാർഡിൽ ഒരു ആശ എന്ന രീതിയിൽ നിലവിലുള്ള ആശമാരെ 2018-ൽ പുനഃക്രമീകരിച്ചിരുന്നു.
നിലവിൽ 21,529 ആശമാർ ഗ്രാമപ്രദേശങ്ങളിലും ആകെ 26,125 ആശമാരാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്.